ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തിയററ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഓഫ് അഗസ്റ്റ് കോംപ്റ്റെയാണ്. അതിൽ പോസിറ്റിവിസം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് തിയറി ഓഫ് എവല്യൂഷൻ ആൻഡ് പ്രോഗ്രസ്. മനുഷ്യ മനസ്സിൻ്റെ പരിണാമം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ വികാസത്തിന് സമാന്തരമാണെന്ന് കോംറ്റെ വിശ്വസിച്ചു. കോംറ്റെ ഇവയെ ഫൈലോജിനി എന്ന് വിളിച്ചു. അതിനർത്ഥം സ്പീഷീസിൻ്റെ വികസനമെന്നും വ്യക്തിയുടെ വികാസമായ ഒൻഡോജിനി എന്നുമാണ്. ലളിതമായി പറഞ്ഞാൽ വ്യക്തിഗത മനസ്സും മനുഷ്യപ്രവർത്തനവും സമൂഹവും ചരിത്രപരമായ പരിണാമത്തിൻ്റെ തുടർച്ചയായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. ഈ പരിണാമം 3 ഘട്ടങ്ങളുടെ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ചില ഘട്ടങ്ങളെ പിന്തുടരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അടുത്തത് ലോ ഓഫ് 3 സ്റ്റേജസ്. കോംറ്റെ മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തമാണ് 3 ഘട്ടങ്ങളുടെ നിയമം. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ലോകം 3 ഭൗതിക ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്ന് കോംറ്റെ അഭിപ്രായപ്പെടുന്നു. സമൂഹം മാത്രമല്ല, ഗ്രൂപ്പുകളും ശാസ്ത്രവും വ്യക്തികളും മനസ്സുകളും പോലും ഈ 3 പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാം ഘട്ടം തിയോളജിക്കൽ സ്റ്റേജ്, രണ്ടാമത്തേത് മെറ്റാഫിസിക്കൽ സ്റ്റേജ്, മൂന്നാമത്തേത് പോസിറ്റീവ് സ്റ്റേജ്. ഫസ്റ്റ് വൺ, തിയോളജിക്കൽ സ്റ്റേജ്. മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭം മുതൽ ഏകദേശം AD 1300 വരെ തുടർന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മനുഷ്യചിന്തയുടെ ആദ്യഘട്ടമാണിത്. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ദൈവികമോ അമാനുഷികമോ ആയ ശക്തികളുടെ ഫലമാണെന്ന് ആളുകൾ കരുതിയ കാലഘട്ടമാണിത്. പ്രപഞ്ചത്തിൽ എല്ലാ ദൈവിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ആളുകൾ വിശ്വസിച്ചു. ഉദാഹരണത്തിന്, ആളുകൾക്ക് ക്ഷാമം നേരിടുമ്പോൾ ദൈവിക ശക്തിയുടെ ക്രോധത്തിന് കാരണമായ അവരുടെ മോശം പ്രവൃത്തികൾ കാരണമാണ് അത് സംഭവിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിയിൽ എന്തെങ്കിലും ഭൂകമ്പോ സുനാമി നാശനഷ്ടങ്ങൾ സംഭവിക്കൂലേ, അതൊക്കെ അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമായിട്ട് അവരനുഭവിക്കേണ്ടി വരികയാണ്. അല്ലാതെ അതിനെ ശാസ്ത്രീയമായി കാണാതെ എല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമായൊരു ചിന്താഗതിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അക്കാലത്ത് ആളുകൾക്ക് തങ്ങൾ ആരാധിച്ചിരുന്ന ദൈവിക ശക്തിയിൽ ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ദൈവിക ശക്തിയുടെ സങ്കല്പത്തെ ആശ്രയിച്ച് വൈദ്യശാസ്ത്രഘട്ടം ഇനി പറയുന്ന 3 ഉപഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് തിയോളജിക്കൽ സ്റ്റേജിനെ വീണ്ടും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫെറ്റിഷിസം, ബഹുദൈവാരാധന, ഏകദൈവാരാധന. ഫെറ്റിഷിസം എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എല്ലാ വസ്തുക്കളിലും ദൈവമുണ്ടെന്നൊരു വിശ്വാസമായിരുന്നു. അതായത് കല്ല്, മരങ്ങൾ, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ നിർജ്ജീവ വസ്തുക്കളിലൊക്കെ ദൈവിക ശക്തിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഇങ്ങനെ ഈ കല്ലുകളും അതേപോലെ സൂര്യൻ, ചന്ദ്രനൊക്കെ ആരാധിക്കാൻ അവർ തുടങ്ങി. ഈ ഘട്ടം ആനിമിസം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് ബഹുദൈവാരാധന. ഈ ഘട്ടത്തിൽ വ്യത്യസ്ത ദൈവങ്ങളിൽ ആളുകൾക്ക് വിശ്വസ്ത ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി വ്യത്യസ്ത ദൈവങ്ങളെ അവർ ആരാധിച്ചു പോന്നു. മൂന്നാമത്തെ ഘട്ടമാണ് ഏകദൈവ വിശ്വാസം. ഈ ഘട്ടത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും നടത്തിപ്പുകാരനും ഒരേ ഒരു ദൈവം മാത്രമാണെന്ന് ആളുകൾ വിശ്വസിച്ചു. അവർ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കാൻ തുടങ്ങി. രണ്ടാമത്തേതാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. AD 1300 മുതൽ 1800 വരെ തുടർന്നുവെന്ന് കരുതപ്പെടുന്ന രണ്ടാം ഘട്ടമാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഈ ഘട്ടത്തിൽ മനുഷ്യരുടെ ഭൗതിക നിലവാരം മുൻഘട്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ പുരോഗമിച്ചിരുന്നു. സാമൂഹ്യ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ദൈവിക ശക്തികളാൽ മാത്രമല്ല, ചില യുക്തിസഹമായ ഘടകങ്ങളാലും നിർണ്ണയിക്കുന്നുവെന്ന് ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ലോകത്തിലെ സംഭവങ്ങൾ ഭാഗികമായി ദൈവിക ശക്തികളാലും ഭാഗികമായി യുക്തിസഹമായ ഘടകങ്ങളാലും ഉണ്ടാകുന്നതാണെന്ന് അവർ വിശ്വസിച്ചു. അതായത് കുറച്ചും കൂടി ഡെവലപ്പായി എന്നർത്ഥം. മൂന്നാം ഘട്ടമാണ് പോസിറ്റീവ് ഘട്ടം. AD 1800 ആരംഭിച്ചതും തുടർന്നുള്ള കാലഘട്ടത്തിൽ പൂർണ്ണ പക്വത പ്രാപിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂന്നാമത്തെ ഘട്ടമാണ് പോസിറ്റീവ് ഘട്ടം. ഈ ഘട്ടത്തിൽ ആളുകളുടെ ഭൗതിക നിലവാരം വളരെ പുരോഗമിച്ചിരുന്നു. നോക്കിക്കാണാൻ തികച്ചും ശാസ്ത്രീയ സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. സമൂഹത്തിലെ എല്ലാ സംഭവങ്ങളും തികച്ചും യുക്തിസഹമായ തത്വങ്ങളിൽ ആണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. ഈ അവസാന ഘട്ടത്തിൽ തെളിയിക്കാൻ കഴിയാത്ത അനുമാനങ്ങളെ അവർ തള്ളിക്കളഞ്ഞു. അതായത് അവർ ഈ റിയാലിറ്റി അവർ എക്സ്പീരിയൻസ് ചെയ്ത അവർ കണ്ടറിഞ്ഞ സത്യങ്ങളെ മാത്രം വിശ്വസിക്കാൻ തുടങ്ങി. അവർക്കതിനെ തെളിയിക്കാൻ കഴിയാത്ത, അതേപോലെ ഓവർ ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്നുള്ള അർത്ഥം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തള്ളിക്കളയാൻ തുടങ്ങി. പരീക്ഷണം, തെളിവുകൾ, നിരീക്ഷണം, പരിശോധന തുടങ്ങിയ ചിട്ടയായ അന്വേഷണം നടപടികളുടെ സഹായത്തോടെ അവർ ഓരോ പ്രതിഭാസത്തിനും ശാസ്ത്രീയ വിശദീകരണം കണ്ടെത്തി. പിന്നീടുള്ള കാലഘട്ടം ശാസ്ത്രീയമായി തെളിയിക്കാവുന്ന ആശയങ്ങളിലും വസ്തുതകളിലും മാത്രമായി ആളുകളുടെ വിശ്വാസം.
ലോകത്തെ നോക്കിക്കാണുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയ സമീപനം ക്രമേണ കൂടുതൽ പരിഷ്കരിക്കപ്പെടുകയുണ്ടായി. കോംതെയുടെ നിരീക്ഷണവും വസ്തുക്കളുടെ വർഗീകരണവും ശാസ്ത്രീയ അറിവിൻ്റെ തുടക്കമായിരുന്നു. ലോ ഓഫ് 3 സ്റ്റേജസിലെ ആദ്യഘട്ടത്തിൽ മനുഷ്യർ പ്രകൃതി പ്രതിഭാസങ്ങളെ, സാമൂഹ്യ പ്രതിഭാസങ്ങളെ അമാനുഷിക ശക്തിയിലോ അല്ലെങ്കിൽ ദൈവത്തിലോ ആണ്, അവരുടെ കഴിവിലാണ്, അവരുടെ ശക്തിയിലാണ് അത് വിശദീകരിച്ചിരുന്നത്. രണ്ടാമത്തെ മെറ്റാഫിസിക്കൽ ഘട്ടമായിരുന്നു. ആദ്യത്തേതിൻ്റെ കേവലമായ പരിഷ്കരണമാണ് ഈ ഘട്ടം. അമാനുഷിക ജീവികളെക്കാൾ അമൂർത്തമായ ശക്തികൾ എല്ലാ പ്രതിഭാസങ്ങളെയും ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു. അവസാന ഘട്ടത്തിൽ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിനായി മനുഷ്യൻ പ്രകൃതിയെയും മനുഷ്യത്വത്തെയും വസ്തുനിഷ്ഠമായി നിരീക്ഷിക്കുന്നു. അതായത് പോസിറ്റീവ് ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ സയൻസിനായിരുന്നു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. സമൂഹത്തെ നോക്കിക്കണ്ടത് ശാസ്ത്രീയ രീതിയിലായിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്